ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ ഇനിയും സഹായിച്ചാൽ ഞങ്ങൾ അമേരിക്കയെയും കടന്നാക്രമിക്കും. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്കുകളാണിത്. അത് ഞാനൊരു വീഡിയോ ആയി ചെയ്തപ്പോൾ ഇറാൻ ഞെട്ടും എന്നൊക്കെ പറഞ്ഞ് പലരും കമൻ്റ് ഇട്ടു. പക്ഷെ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അമേരിക്കയുടെ ഒരു പടക്കപ്പൽ അറബിക്കടലിൽ വെച്ച് അങ്ങനെ തന്നെ പൊട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് യമനിൽ നിന്നുള്ള ഹൂത്തി സംഘം. ഈ ഹൂത്തികൾ തീർന്നു എന്നാണ് കഴിഞ്ഞ 2 ആഴ്ചയോളമായി ഇസ്രായേൽ അനുകൂലികളായിട്ടുള്ള ക്രിസംഖികൾ ഒച്ചപ്പാടും ബഹളവും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, യുദ്ധമുഖത്ത് നിന്ന് അവർ പിന്മാറുന്നില്ല, പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അറബിക്കടലിൽ കൂടി ഹൂത്തികളുടെ നിർണായകമായ സാന്നിധ്യം ഉണ്ട് എന്ന് വ്യക്തമാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിന്റെ സംരക്ഷണത്തിനായി എത്തി അറബിക്കടലിൽ നങ്കൂരമിട്ട അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന കപ്പലാണ് ഹൂത്തികൾ സ്ഫോടനത്തിലൂടെ തകർത്തിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തെയും നാറ്റോ സഖ്യത്തെയും ഞെട്ടിക്കുന്ന ഒരു മിന്നൽ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഒരു വിമാനവാഹിനി കപ്പലാണ്. അതായത് ഇസ്രായേലിന് വേണ്ടി യുദ്ധവിമാനങ്ങളൊക്കെ കൊണ്ടുപോകാൻ എത്തിച്ചിട്ടുള്ള വളരെ നിർണായകമായ വ്യോമാക്രമണങ്ങൾക്കും അത്തരം ഓപ്പറേഷനുകൾക്കും ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പലാണിത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരമൊരു കപ്പൽ അറബിക്കടലിൽ നങ്കൂരമിടുമ്പോൾ അത് തീർച്ചയായും ലെബനനിലേക്കോ അല്ലെങ്കിൽ ഗസയിലേക്കോ ആക്രമണം നടത്താൻ വേണ്ടി, അതുമല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പൽ അറബിക്കടലിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഹൂത്തികൾ ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ചെങ്കടലിലും അറബിക്കടലിലും പ്രവർത്തിക്കുന്ന 2 US ഡിസ്ട്രോയറുകളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് USS എബ്രഹാം ലിങ്കൺ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യത്തെ ഓപ്പറേഷൻ നടന്നത്. രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിലെ 2 US ഡിസ്ട്രോയറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇതിനായി നിരവധി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിന് നേരെ കടന്നാക്രമണം നടത്തുക, ഇസ്രായേലിനെ സംരക്ഷിക്കുന്നവർക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തുക, ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക എന്ത് സംവിധാനങ്ങൾ ചെയ്താലും അതിനെയെല്ലാം തകർത്ത് ഇല്ലാതാക്കുക എന്നുള്ളത് അത് കൃത്യമായ അജണ്ട തന്നെയാണ് ഇറാൻ്റെ. ഇറാൻ ഇത് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും ആക്രമിക്കും, അമേരിക്കയെ എന്തൊക്കെ കൊണ്ടുവന്നാലും അതൊക്കെ തകർക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അതൊരു വെറും വാക്കല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഇറാൻ ഒരു തരി പോലും പിന്നോട്ടില്ല. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളൊന്നും തന്നെ ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോകുന്ന സാഹചര്യമില്ല. ഹൂത്തികൾ ഒരു വശത്ത് നിന്ന് ആക്രമണം തുടരുകയാണ്. ഹൂത്തികൾ ചെങ്കടലിലും അറബിക്കടലിലും ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. അതോടൊപ്പം ഹൂത്തികൾ നേരിട്ട് ഇസ്രായേലിനുള്ളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്ന പ്രവണത തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനുള്ളിലേക്ക് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ളയാകട്ടെ നിരന്തരമായ ആക്രമണങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനുള്ളിലേക്ക്. ആ ആക്രമണങ്ങളുടെ ഫലമായി ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തലിനുള്ള സാധ്യതകളെക്കുറിച്ച് ആരായുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. റഷ്യയുമായാണ് ഇപ്പോൾ ഇസ്രായേൽ ചർച്ചകൾ നടത്തുന്നത്. അതായത് ഇസ്രായേൽ എല്ലാവരെയും തീർത്ത് അങ്ങ് വെട്ടിപ്പിടിക്കും, അറബ് രാജ്യങ്ങളെ ഇല്ലാതാക്കും എന്നൊക്കെ ഇന്നും തള്ളിമറിക്കുന്ന ക്രിസംഖി മനസ്സുള്ളവരോടാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്നതും അറിയുന്നതും ഒന്നും, അതായത് നിങ്ങൾ കാണുന്നതും അല്ലെങ്കിൽ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ ബുദ്ധിശൂന്യതയാണ്, വിഡ്ഢിത്തമാണ്. കാരണം ഇതിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ഹൂത്തികളെ നിങ്ങൾ എത്ര തവണ തീർത്തു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഹൂത്തികൾ കഴിഞ്ഞു, ഹൂത്തികൾ അവസാനിച്ചു, ഹൂത്തികൾ തീർന്നു എന്നൊക്കെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ കാര്യം ഞാൻ പറയുന്നത് ആരുടെയും പക്ഷം പിടിച്ച് പറയുന്നതല്ല, മറിച്ച് വ്യാജ വാർത്തകളും വീഡിയോകളും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക. ഇതൊന്നുമല്ല അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്, പശ്ചിമേഷ്യയിൽ നടക്കുന്നത് എന്നുള്ളത്. അതായത് ഹമാസ് തീർന്നു, ഹിസ്ബുള്ള തീർന്നു, അതുപോലെ ഹൂത്തികൾ തീർന്നു, ഇറാൻ ഇനി 10 വർഷമെങ്കിലും എടുത്താലേ തിരിച്ചു വരൂ, ഇറാൻ്റെ അടിവേരിളകി, ഇങ്ങനെയൊക്കെ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഓരോരുത്തരിന്ന് വീഡിയോ രൂപത്തിൽ യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹൂത്തികൾ ആക്രമണം നടത്തുമോ? അതായത് അമേരിക്കയുടെ യുദ്ധ കപ്പൽ പോലും ആക്രമിക്കാൻ ഒരു മടിയുമില്ലാത്ത വിധത്തിൽ ഹൂത്തികൾ ഇപ്പോഴും പവർഫുള്ളായി തന്നെ അവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.
ഏതാണ്ട് 5-6 മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ഹൂത്തികൾക്ക് നേരെ യമനിൽ ചില ആക്രമണങ്ങൾ നടത്തി. അതുപോലെ തന്നെ അമേരിക്ക ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ അമേരിക്കയും ബ്രിട്ടനും ജോർദാനും ഒക്കെ ചേർന്നൊരു സംയുക്ത സേന അറബിക്കടലിൽ പെട്രോളിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഹൂത്തികൾ തീർന്നു എന്ന് പറഞ്ഞ വിരുദ്ധന്മാർ നമുക്കിടയിലുണ്ട്. അന്ന് തീർത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അന്ന് മുതലേ നിങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഹൂത്തികളാണ് ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് അമേരിക്ക ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ബാബൽ മന്ദബ് കടലിടുക്കിലൂടെ വന്ന ഞങ്ങളുടെ ഡിസ്ട്രോയറുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. 8 ഡ്രോണുകളും 5 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും ഹൂത്തികൾ അമേരിക്കൻ കപ്പലിന് നേരെ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. നേരത്തെ തന്നെ ചെങ്കടലിലൂടെ പോയ വാണിജ്യ കപ്പലിന് സമീപം 1-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേലിനെ ഏത് വിധത്തിലും സഹായിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് നേരെയും ഇറാന്റെയും പ്രോക്സി ഗ്രൂപ്പുകളുടെയും ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട, അറിയേണ്ട വസ്തുത. എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ തീരുമെന്ന് പറഞ്ഞ ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മറിച്ച് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ രൂക്ഷമാവുകയാണ്, ഗുരുതരമാവുകയാണ്. നമ്മൾ ആശങ്കപ്പെടേണ്ട, ഭയപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇറാൻ ഇനിയും ആക്രമിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന് കൂടുതലായൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യവും നിലവിലുണ്ട്. ബന്ദികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം, അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം. ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയുമായി ഒരു ചർച്ചയ്ക്ക് ഇസ്രായേൽ തയ്യാറാകുന്നു എന്ന നിലയിലാണ് വാർത്തകൾ വരുന്നത്. അതായത് യുദ്ധം ചെയ്ത് എല്ലാം പരിഹരിക്കാമെന്ന് കരുതി ഇറങ്ങിത്തിരിച്ചവർക്ക് ഇപ്പോൾ യുദ്ധത്തിലൂടെ ഒന്നും നേടാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാകുന്നു. നഷ്ടങ്ങളുടെ തോത് ഉയരുന്നു. ഇസ്രായേലിനുള്ളിലേക്ക് സ്വന്തം ജനത കൂടുതൽ വേട്ടയാടപ്പെടുന്ന വിധത്തിലേക്ക്, ഇസ്രായേൽ നഗരങ്ങൾ തകർക്കപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇനി ആക്രമണത്തിൻ്റെ ഭാഷയിൽ, യുദ്ധത്തിൻ്റെ ഭാഷയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന മട്ടിലേക്ക് ഇസ്രായേൽ വരികയും എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അമേരിക്ക വന്നാൽ, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുക്കുന്നതോടുകൂടി ഇറാൻ തീരും, പ്രോക്സികൾ തീരും എന്നൊക്കെ പറഞ്ഞിരുന്നവർ മനസ്സിലാക്കുക, അമേരിക്കയുടെ കപ്പൽ തന്നെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഹൂത്തികൾ. എന്ന് മാത്രമല്ല, അമേരിക്ക ഇസ്രായേലിന് പുതിയ ബുൾഡോസറുകൾ നൽകുന്ന കരാറിൽ നിന്ന് പിന്മാറുന്നു, അത് അയക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ പിന്തുണകളൊന്നും ഇസ്രായേലിന് നൽകാത്ത അമേരിക്കയുടെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇസ്രായേലിന് വലിയ തോതിൽ തിരിച്ചടികൾ കിട്ടുന്നൊരു സമയമാണ്. അമേരിക്ക വന്നുകൊണ്ട്, അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ ആദ്യം ഉക്രൈൻ യുദ്ധം പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. അതുവഴി പിന്നീട് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം നിലപാട് സ്വീകരിക്കും എന്ന നിലയിൽ ചർച്ചകൾ വരുമ്പോൾ ഇസ്രായേലിന് എങ്ങനെയും മുന്നോട്ട് പോയി എന്തും കാണിക്കാമെന്നുള്ള സാഹചര്യമൊന്നും ഇപ്പോഴില്ല. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പടക്കപ്പൽ തന്നെ ആക്രമിച്ച് ശക്തമായ മറുപടി കൊടുക്കുകയാണ് ഹൂത്തികളും. ഇറാനും തങ്ങൾ പിന്നോട്ടില്ല എന്ന് വ്യക്തമായി, അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അവർ.